സർവീസസ് സെക്രട്ടറിയായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്ത റോബർട്ട് എഫ് കെന്നഡി ജൂനിയറിനെ എതിർത്തുകൊണ്ട് US സെനറ്റിന് 77 നോബൽ സമ്മാന ജേതാക്കളുടെ തുറന്ന കത്ത്. കെന്നഡിയെ ചുമതല ഏൽപ്പിക്കുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ അപകടത്തിലാക്കുമെന്നാണ് വൈദ്യശാസ്ത്രം, രസതന്ത്രം, ഭൗതികശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം എന്നിവയിൽ നോബൽ സമ്മാനം ലഭിച്ചവർ ഒപ്പിട്ട കത്തിൽ പറയുന്നത്. mRNA വാക്സിനുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് 2023 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ നേടിയ ട്രൂ വെയ്സ്മാനും ഒപ്പിട്ടവരിലുണ്ട്. കോവിഡിനെതിരായ പോരാട്ടത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു വാക്സിൻ. കൊല്ലപ്പെട്ട US പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരുമകനും അറ്റോർണി ജനറലുമായിരുന്ന റോബർട്ട് എഫ് കെന്നഡിയുടെ മകനുമാണ് റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ. ശാസ്ത്രവിരുദ്ധ പൊതുജനാരോഗ്യ കാഴ്ചപ്പാടുകളുടെയും അഭിപ്രായ പ്രകടനങ്ങളുടെയും പേരിൽ പലതവണ വിമർശന വിധേയനായ കെന്നഡി ജൂനിയറിനെ തന്നെ മെഡിസിൻ, വാക്സിൻ, ഭക്ഷ്യസുരക്ഷ, മെഡിക്കൽ ഗവേഷണം, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ തലവനായി ട്രംപ് നാമനിർദ്ദേശം ചെയ്തതാണ് ചർച്ചയായിരിക്കുന്നത്. ഗുരുതര പകർച്ചവ്യാധികളുടെ കാലം അവസാനിപ്പിച്ച് US വീണ്ടും ആരോഗ്യകരമാകാൻ ഇദ്ദേഹത്തിന് സാധിക്കുമെന്ന ആമുഖത്തോടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. അമേരിക്കയിലെ വാക്സിൻ വിരുദ്ധ ആക്ടിവിസ്റ്റുകളിൽ പ്രധാനിയാണ് റോബർട്ട് എഫ് കെന്നഡി ജൂനിയർ. വാക്സിൻ എടുക്കുന്നത് ഓട്ടിസത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന വാദക്കാരനുമാണ് അദ്ദേഹം. നേരത്തെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിനായിട്ടുള്ള പ്രാഥമിക മത്സരത്തിൽ ജോ ബൈഡനെതിരെ ഇദ്ദേഹം രംഗത്തുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സ്വതന്ത്രനായി മാറി. ശേഷം ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിനായിട്ടുള്ള മത്സരങ്ങളിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രധാനപ്പെട്ട ഒരു പദവി ഇദ്ദേഹത്തിന് ലഭിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.